ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ പഠനം നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതായത് 2 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട് നമ്മൾ. ഒന്ന് ഡിഗ്രി ലെവൽ ഗ്രൂപ്പ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ ജനറൽ ബാച്ചിനൊരു ഗ്രൂപ്പും ആക്കിയിട്ടുണ്ട്. രണ്ടിലും ഉള്ളവർക്ക് റാങ്ക് ഫയൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. റാങ്ക് ഫയൽ വെച്ചിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ റെഡിയാക്കുന്നത്. അത് നിങ്ങൾ സഹകരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് അറിയിക്കാനുള്ളത്. സാധാരണ നമ്മൾ തിങ്കൾ ടു വെള്ളിയായിരുന്നു ഷെഡ്യൂൾ തന്നിരുന്നത്. ഇത്തവണ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇങ്ങനെ 6 ദിവസങ്ങളിലാണ് നമ്മൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ ആക്കി തരുന്നത്. 6 ദിവസങ്ങൾ. വ്യാഴം ദിവസം നിങ്ങൾ റിവിഷൻ ചെയ്യുക. വെള്ളി നമുക്ക് പരീക്ഷകൾ നടത്താം, യൂണിറ്റ് ടെസ്റ്റ് നടത്താം, പരീക്ഷകൾ നടത്താം. അന്ന് ചെറിയ രീതിയിലുള്ള ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. പിറ്റത്തെ ആഴ്ചക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇങ്ങനെ 6 ദിവസം ഷെഡ്യൂൾ തരും. കുറച്ച് വായിക്കാനുണ്ടാകും, എന്നാലും നിങ്ങൾക്ക് താങ്ങുന്ന രൂപത്തിലുള്ള ഷെഡ്യൂൾ ആയിരിക്കും. അതിലപ്പുറത്തേക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നാളെ ഈ ആഴ്ചയിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഈ ആഴ്ച തിങ്കൾ ടു വ്യാഴം തന്നെയാണ് ഷെഡ്യൂൾ ഉണ്ടാവുക. വെള്ളിയാഴ്ച യൂണിറ്റ് ടെസ്റ്റ് നടത്തുക. ആ വെള്ളി മുതൽ പിന്നെ അങ്ങോട്ടൊക്കെ വെള്ളി മുതൽ ബുധൻ വരെ 6 ദിവസം. അതുപോലെ വ്യാഴം നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. വെള്ളി നമ്മൾ രാവിലെ യൂണിറ്റ് ടെസ്റ്റ് പ്രതീക്ഷയിൽ വെച്ചിട്ട് തന്നെ എഴുതുക. വെള്ളിയാഴ്ച അത് കഴിഞ്ഞിട്ടുള്ള ഷെഡ്യൂൾ കുറച്ച് ഭാഗം തരും. പിന്നെ അതുപോലെ അങ്ങനെ വീണ്ടും 6 ദിവസം പോകും. ഇതാണ് നമ്മൾ ഇപ്രാവശ്യം, അതായത് വെള്ളിയാഴ്ച യൂണിറ്റ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് ദിവസം ഒന്നും ഇങ്ങനെ മാറ്റിയത്. അപ്പം അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോൾ ആഴ്ചയിൽ നടത്തുന്ന മോഡൽ എക്സാം ഉണ്ട്. ഇനി പരീക്ഷൻ്റെ ഡേറ്റ് ഒക്കെ ആയ ശേഷം നമ്മൾ വീണ്ടും കൂടുതൽ മോഡൽ പരീക്ഷകൾ നടത്തും. കൂടാതെ നമുക്ക് പോലീസിന്റെ പരീക്ഷ നടത്താനുണ്ട്. ഇപ്പൊ പോലീസിന്റെ ക്രാഷ് ഉണ്ടോ എന്ന് ചിലരൊക്കെ ചോദിക്കുന്നു. പോലീസിന്റെ ക്രാഷ് തന്നെയാണ് ജനറൽ ബാച്ചിന്റെ ക്രാഷ്. അതിലേക്ക് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വാങ്ങണമെങ്കിൽ വാങ്ങാം. അതല്ല, നമുക്ക് പറയുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിയാലും മതി. ആ സമയത്ത് നമുക്ക് അതൊന്ന് പരീക്ഷന്റെ ഡേറ്റ് ഒക്കെ ആയ ശേഷം നമുക്കൊന്ന് കവർ ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അറിയിക്കാനുള്ളത്. അതായത് നിങ്ങൾ എത്ര പെട്ടെന്ന് റാങ്ക് ഫയൽ നിങ്ങളെ കൈക്കലാക്കുക. അതിനുശേഷം നമുക്ക് GK ഭാഗം, അതുപോലെ ഇംഗ്ലീഷിൽ നിന്ന് കുറച്ച് ഭാഗം, മലയാളത്തിൽ നിന്ന് കുറച്ച് ഭാഗം, അതുപോലെ മാത്സിൽ നിന്ന് കുറച്ച് ഭാഗം, ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തൊഴിൽ വാർത്ത തൽക്കാലം അവിടെ നിൽക്കട്ടെ. തൊഴിൽ വാർത്ത പലരും വാങ്ങിക്കുന്നില്ല, അല്ലെങ്കിൽ വാങ്ങാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തൊഴിൽ വാർത്ത തൽക്കാലം അവിടെ മാറ്റി നിർത്തുക. ഷെഡ്യൂൾ തൽക്കാലം ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പൊ റാങ്ക് ഫയലിന്റെ 5 ഭാഗങ്ങളാണ് അതിലുണ്ടാകുക. GK 2 ഭാഗം, അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. എല്ലാം എഴുതി പഠിക്കാൻ പറ്റുമെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതി പഠിക്കുക. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം. വെള്ളിയാഴ്ച ഇപ്പൊ ആഴ്ചയിൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിന്റെ കൂടെ കറണ്ട് അഫയേഴ്സ് തരുന്നുണ്ട്. അതിന് പുറമെ ഞാൻ എന്തെങ്കിലും ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളോട് വെള്ളിയാഴ്ച യൂണിറ്റ് ടെസ്റ്റ് സമയത്ത് നമുക്ക് സംസാരിക്കാം. നമ്മൾ ഈ 2025 ജോലി പിടിച്ചു വാങ്ങാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വീഡിയോയിൽ മുതുകാട് സാർ പറയുന്നത് പോലെ 100 പേര് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് ഒരൊറ്റ പേഴ്സൺ, 1 പേഴ്സൺ, ഒരു ആള് മാത്രമാണ് എത്തിയത്. ബാക്കി 99 ആളുകളും പല വഴിക്ക് തെറ്റിപ്പോയി, തിരിഞ്ഞു പോയി, വഴി മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരാൾ എന്താ ചെയ്തത് എന്ന് ചോദിച്ചാൽ കറക്റ്റ് റൂട്ടിൽ കറക്റ്റ് പ്ലാനിങ്ങോടെ പോയി എന്നുള്ളതാണ്. ബാക്കി എല്ലാവരും തോന്നിയ പോലെ ആരൊക്കെയോ പറഞ്ഞത് കേട്ട്, ഇല്ലെങ്കിൽ ശരിക്കും പോകുന്നത് ആരൊക്കെയോ പറഞ്ഞത് കേട്ട് വഴി തെറ്റിപ്പോയി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിൽ. അപ്പോ ഈ ഒരാള് ചെയ്തത് എന്താന്ന് അതുപോലെ നമുക്ക് ചെയ്യണം. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലേക്കുള്ള ശ്രദ്ധ നമ്മൾ ഒഴിവാക്കുക. അതായത് നമ്മൾ 1 മണിക്കൂർ എടുത്ത് റിവ്യൂ ചെയ്താൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മറ്റുള്ളവരെ പറ്റി പറയുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആലോചിച്ചിരിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കോമഡി ഷോ എടുത്ത് നോക്കുക. ഇങ്ങനെ
അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കുള്ളത് മാത്രം ചെയ്യുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആ 1 മണിക്കൂർ ശരിക്കും യൂസ്ഫുൾ ആക്കാൻ പറ്റും. ഈ രൂപത്തിലേക്ക് ഒരു ദിവസം മുഴുവൻ, ഒരാഴ്ച മുഴുവൻ, ഒരു മാസം മുഴുവൻ, ഒരു വർഷം മുഴുവൻ, പിന്നെ എന്തിനു പറയുന്നു, ജോലി നിങ്ങളെ കയ്യിൽ കിട്ടിയിരിക്കും. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ നാളെ മുതൽ, ഇന്ന് വൈകിട്ട് ഞാൻ ഷെഡ്യൂൾ വിട്ടു തരും. ഷെഡ്യൂൾ വിടുന്ന തിങ്കൾ ടു വ്യാഴം ദിവസങ്ങളിലേക്കുള്ളതാണ്. നിങ്ങൾ ഓരോ ദിവസവും ഉള്ളത് മാത്രം കവർ ചെയ്താൽ മതി. ഇനി അതല്ല 4 ദിവസം ഒരുമിച്ച് വിട്ടു തരാൻ കാരണം ചിലർക്ക് 1 വർഷമൊക്കെ കഴിഞ്ഞവർക്ക്, 2 വർഷമൊക്കെ കഴിഞ്ഞവർക്ക് സിമ്പിൾ ആയിരിക്കും. അവർക്ക് വേണമെങ്കിൽ ഒരുമിച്ച് 1 ദിവസത്തോ 2 ദിവസത്തൊക്കെ ഒരുമിച്ച് വേണമെങ്കിൽ നോക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. പുതിയ കുട്ടികളെ നിർബന്ധമായിട്ടും 1 ഡേ, ഒരു ദിവസത്തേക്കുള്ള മാത്രം വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കി പോയാൽ മതി. ഓക്കെ. ഇപ്പോൾ ഒരൊറ്റ കാര്യം കൂടി, കഴിഞ്ഞ ആഴ്ചത്തെ ഒരു നമ്മളുടെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇരുന്ന് പഠിച്ചത് അതുപോലെ നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, അതിൽ മാർക്ക് 25 കിട്ടിയവരുണ്ടാവും, 30 കിട്ടിയവരുണ്ടാവും, 20 കിട്ടിയവരുണ്ടാവും, ഫുൾ മാർക്ക് കിട്ടിയവരും ഉണ്ടാവും. പക്ഷെ എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് ഇനി ആ പരീക്ഷ വീണ്ടും നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഫുൾ മാർക്കാണ്. ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. ആവർത്തിച്ച് വായിച്ച് ആവർത്തിച്ച് പഠിച്ചാൽ, എഴുതി പഠിച്ചാൽ ഒക്കെ നിങ്ങൾക്ക് കൈക്കലാക്കാവുന്നതേ ഉള്ളൂ എല്ലാ പോയിന്റുകളും, എല്ലാ അറിവുകളും. വൈകാതെ, അധികം വൈകാതെ നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറും, നല്ലൊരു സ്റ്റാറ്റസ് ആയിട്ട് മാറും. നിങ്ങൾക്ക് ഈ വർഷം തന്നെ ജോലി കിട്ടാൻ വഴിയൊരുങ്ങുന്ന രൂപത്തിലേക്ക് നമ്മൾ പോകും, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഒക്കെ എല്ലാം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം, മാക്സിമം നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. നിങ്ങൾ മാക്സിമം സഹകരിക്കുക, കോപ്പറേറ്റ് ചെയ്യുക, പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ. വേറൊരു വഴിയും ഇതിനില്ല. ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്. അപ്പോൾ നമുക്ക് നാളെ മുതൽ പഠനത്തിലേക്ക് കിടക്കാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.